പ്രിയമുള്ളവരെ, KLP വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൽപ്പകഞ്ചേരി നാട്ടുചന്ത നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇത്രയേറെ ജനശ്രദ്ധ നേടിയ കൽപ്പകഞ്ചേരി നാട്ടുചന്തയിൽ വെച്ച് മജസ്റ്റിക് മേലങ്ങാടി സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിൻ്റെ വിശദമായ കാഴ്ചകളാണ്. മജസ്റ്റിക് മേലങ്ങാടിയെക്കുറിച്ചുള്ള അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മജസ്റ്റിക് മേലങ്ങാടിയെക്കുറിച്ച് ചെറിയ ഒരു വിവരണം നൽകിക്കൊണ്ട് നമുക്ക് തുടർന്നുള്ള കാഴ്ചകളിലേക്ക് പോകാം. അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സ്വന്തമായൊരു വീടെന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും സ്വപ്നമാണ്. പലപ്പോഴും അതിന് സാമ്പത്തികമായി അഭിവൃദ്ധി നേടാത്ത ആളുകൾക്ക് അത് വല്ലാത്തൊരു ഭാരിച്ച ചുമതലയുമാണ്. അങ്ങനെ വരുമ്പോൾ തങ്ങളുടെ സ്വപ്നം പൂവണിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ഇവർ തികച്ചും സാധാരണക്കാരായ വ്യക്തികളാണ്. കൂലിത്തൊഴിലാളികളും അതല്ലാത്തവരുമായിരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ സംഘടിച്ചുകൊണ്ട് അവരാൽ ചെയ്യാൻ പറ്റുന്ന സേവനങ്ങളുമായിട്ട് പാവപ്പെട്ടവന്റെ ഭവനം എന്ന സ്വപ്നത്തിൽ അതിൻ്റെ പ്രാരംഭ നടപടിയുടെ ഭാഗമായി വരുന്ന തറയുടെ പ്രവർത്തനം അവർ നടത്താറുണ്ട്. ഇപ്പം ഏകദേശം 75-ൽ കൂടുതൽ പാവപ്പെട്ടവന്റെ വീടെന്ന തറയുടെ പ്രവർത്തനങ്ങൾ ഇവർ പൂർത്തിയാക്കി എന്നുള്ളതാണ്. എന്തായാലും ഈ ഇഫ്താർ മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ഒത്തിരി കുരുന്നുകൾ വന്നിട്ടുണ്ട്. ഇനി അവരുമായിട്ടൊരൽപ്പം കുസൃതി സംഭാഷണങ്ങളാണ്. അവൻ്റെ പേരെന്താ? ഫിദർ. എന്താണ് ഫിദർ? ഓ, ഭയങ്കര പേരാണല്ലോ. എത്ര നോമ്പ് പറ്റി? ഒരു നോമ്പ് പറ്റണല്ലേ? ഇത് സംഭവമാണ്. നോമ്പ് ഇറക്കാനായാ? നോമ്പ് എപ്പോഴാണ് വറക്കല്? നോമ്പ് അതൊന്നും അറിയില്ലേ? നോമ്പ് ഇറക്കാനാ? എപ്പോഴാണ് നോമ്പ് ഇറക്കല്? വാങ്ങ് കൊടുത്തരാ. ഉഷാറ്, ഓൻ ആൺകുട്ടിയാണ്. വാങ്ങ് കൊടുത്താലാണ് നോമ്പ് ഇറക്കല് അല്ലേ? അതാണ് നോമ്പ്. എപ്പോഴാണ് വറക്കല് പറഞ്ഞാ? വാങ്ങ് കൊടുത്തിട്ടാ. ഓൻ്റെ അഭിപ്രായത്തിൽ വാങ്ങ് കൊടുത്തിട്ടാ. എൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെ? എപ്പോഴാണ് നോമ്പ് ഇറക്കല്? വാങ്ങ് കൊടുത്തിട്ട്. വാങ്ങ് കൊടുത്തിട്ട് തന്നെയാണ് അല്ലേ? വാങ്ങ് കൊടുക്കാനായാ? വാങ്ങ് കൊടുക്കാനായി. ഇതാ ഒരാളും കൊണ്ട്, ഒരു വലിയ ആളും. കുട്ടീൻ്റെ പേര് പറയാതെ ഉറക്കനെ പറഞ്ഞാ കേൾക്കും. വാങ്ങ് കൊടുക്കാനായാ? വാങ്ങ് കൊടുത്തിട്ടാ നോമ്പ് ഇറക്കല്? വാങ്ങ് കൊടുത്തിട്ടാണല്ലേ? ആയിക്കോട്ടെ. ഇവിടെ രണ്ടുപേർ പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പിലാണ്. ബാങ്ക് വിളിയാണ് അവരുടെ ലക്ഷ്യം. അവൻ്റെ പേരെന്താ? റാദിനാ. നോമ്പ് ഇറക്കല്ലേ? എപ്പോഴാ? പള്ളിക്കൊന്ന് വാങ്ങി കൊടുത്തിട്ടല്ലേ? അങ്ങനെ പറയണ്ടേ? എത്രയിലാണ് പഠിക്കണേ? UKG. മദർസ ചേർത്തിട്ടില്ല? അതാണല്ലേ, ചേർത്തിട്ടാണ് നമുക്കതൊക്കെ പഠിക്കാനല്ലേ? എത്ര നോമ്പ് പറ്റുമെന്നാ പറഞ്ഞേ? ഒരു നോമ്പ് അല്ലേ? എപ്പോഴാണ് നോമ്പ് ഇറക്കല്? അങ്ങനെ പറയണ്ടേ ഉറക്കനെ? അടുത്തതായി ഇവിടെ ഒരാൾ ക്ഷമ നശിച്ച് നോമ്പ് തുറക്കുന്ന കാഴ്ചകളാണ്. കുട്ടിക്ക് വാങ്ങി കൊടുത്തില്ലേ? പേര് LKG UKG അവിടെ നിന്ന് എത്തിയിട്ട് അംഗനവാടിയിലാണ്, സ്കൂളല്ല കേട്ടോ. ഓളെ അംഗനവാടിയിലാണ് ചേർത്തത്. സ്കൂളിൽ ചേർക്കാൻ പോകണുള്ളൂ. അതാണ് കാര്യം. ഇന്ന് എത്ര നോമ്പുണ്ട്? ഇന്ന് 3 നോമ്പ്. ഇതാണ് 3 നോമ്പ് നോറ്റ ഒരാളെ കണ്ടു. എല്ലാവരും ഒരു നോമ്പേ ഉള്ളൂ, പക്ഷെ ഓള് ഒരു ദിവസം 3 നോമ്പ്. ഇതാണല്ലേ? പ്രിയമുള്ളവരെ, ഒരല്പനേരം കുസൃതികളുമായിട്ട് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും ഒന്നറിയാൻ വേണ്ടി സംസാരിച്ചു പോയതാണ്. അതുമായി ബന്ധപ്പെട്ട് അവർ നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾക്ക് നൽകിയ ഉത്തരങ്ങളും അവരുടെ നോമ്പുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളൊക്കെയാണ് നിങ്ങൾ കേട്ടത്. ബാങ്ക് വിളിക്കാൻ സമയമായി. ഒത്തിരി ആളുകൾ പള്ളിമിനാരങ്ങളിൽ നിന്നും ബാങ്കും പ്രതീക്ഷിച്ച് ഇവിടെ കാത്തിരിക്കുകയാണ്. കൂട്ടത്തിൽ ഇതുപോലെയൊക്കെയുള്ള കുസൃതികളും ധാരാളമായിട്ടുണ്ട്. അവരൊക്കെ നല്ല സന്തോഷവാന്മാരായിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ മജസ്റ്റിക് ആർട്സ് ആൻഡ് സ്പോർട്സ് എന്ന ക്ലബിൻ്റെ കീഴിൽ കായിക വിനോദം മാത്രമല്ല, സമൂഹത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകളുടെ കണ്ണീരൊപ്പാൻ തങ്ങളാൽ കഴിയുന്ന സേവനങ്ങളുമായിട്ട് അവർ സജീവമായിട്ട് അവരിലൊക്കെ ഇടപെടുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരു സമൂഹ നോമ്പുതറ വിളിച്ച് അതിൽ സർവ്വമതസ്ഥരെയും പങ്കാളികളാക്കിക്കൊണ്ട് അവരുടെ സാന്നിധ്യം ഈ മേഖലയിലും കൂടെ അവരറിയിക്കുകയാണ്. മേലങ്ങാടി ജുമാ മസ്ജിദിൽ നിന്നും ബാങ്ക് വിളി ഉയർന്നു. എല്ലാവരും നോമ്പ് പിറന്നു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഉള്ള തിരക്കിലൊക്കെയാണ് എല്ലാവരും ഉള്ളത്. ടേബിളൊക്കെ ഫുള്ളാണ്. അതുകൊണ്ട് ഒരാളിവിടെ വലിയൊരു തട്ടുപാത്രത്തിൽ ഫ്രൂട്ട് സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. സഹപാഠികളെല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്.
ഫ്രൂട്ട്സും മറ്റുമായി ബന്ധപ്പെട്ട ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷം എല്ലാവരും മഗ്‌രിബ് നിസ്കാരത്തിന് വേണ്ടി മേലങ്ങാടി ജുമാ മസ്ജിദിലെത്തും. അവിടുത്തെ ജമാഅത്തിന് ശേഷം എല്ലാവരും കൂടി തിരികെ വരും. തിരികെ വരുമ്പോഴേക്കും അവർക്ക് നല്ല ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ടേബിളിൽ നിരത്തുന്ന തിരക്കിലാണ് ക്ലബ്ബ് ഭാരവാഹികൾ. അതുമായി ബന്ധപ്പെട്ട് അവർ ഓടി നടക്കുകയാണ്. ഏകദേശം കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. കുരുന്നുമക്കളുണ്ട്, അവർ പള്ളിയിൽ പോയിട്ടില്ല. അവരൊക്കെ ഓൾറെഡി ഭക്ഷണം കഴിക്കൽ ആരംഭിച്ചിട്ടുണ്ട്. ആ കാഴ്ചകളൊക്കെയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിസ്കാരം കഴിഞ്ഞ് ഉടനെ മുതിർന്നവരെല്ലാവരും ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം ഈ ടേബിളുകളെല്ലാം ഫുള്ളാകും എന്നുള്ളതാണ്. എന്തായാലും മാന്യ പ്രേക്ഷകരോടായിട്ട് പറയുകയാണ്, മജസ്റ്റിക് മേലങ്ങാടിയെക്കുറിച്ചുള്ള ഏകദേശ ഒരു വിവരണം നിങ്ങളിലേക്ക് നൽകി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്ലബ്ബുകളുടെ കീഴിൽ ഇതുപോലെയൊക്കെയുള്ള പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സന്ദേശമാണ്, ഉപദേശമാണ്, അഭിനന്ദനാർഹമാണ്, ജീവിതത്തിൽ പകർത്തേണ്ടതാണ് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതികരണങ്ങളും അറിയിക്കാൻ മറന്നു പോകരുത്. കാരണം നിങ്ങളുടെ പ്രതികരണമാണ് യൂട്യൂബ് ഇത്തരം വീഡിയോകളൊക്കെ കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡേഷനായിട്ട് എത്തിക്കാനുള്ള കാരണമായി മാറുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിച്ചത്. അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് പോലെ നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ചാനലിൻ്റെ ഇതുപോലെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഉപകാരപ്രദമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയ ഒരു വിശേഷവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.